രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം രാമായണം അല്ലെങ്കിൽ അജ്ഞത മാറണം എന്നാണ്. ആധ്യാത്മിക രാമായണം പോലെയല്ല വാൽമീകി രാമായണം. വാൽമീകി രാമായണത്തിൽ ശ്രീരാമനെ അവതരിപ്പിച്ചിട്ടുള്ളത് ദൈവിക പരിവേഷം നൽകിക്കൊണ്ടല്ല, നാരായണനുമായി ഒരു ഏകീകൃത ഭാവം ഉണ്ടെന്നുള്ള ഒരു സൂചന ഒഴിച്ചാൽ ശ്രീരാമൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു സമ്പൂർണ്ണ മനുഷ്യൻ്റേതാണ്. ഒരു നല്ല യോദ്ധാവായി, ഒരു നല്ല ധർമ്മിഷ്ഠനായി, ഒരു സദാചാരനിഷ്ഠനായി, ദീർഘവീക്ഷണത്തോടുകൂടി പ്രജകളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു രാജാവായും ഒക്കെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്രീരാമൻ സീതയെ നഷ്ടപ്പെട്ട അവസരത്തിൽ പക്ഷിമൃഗങ്ങളോടും വൃക്ഷവൃന്ദങ്ങളോടും മൃഗങ്ങളോടും കേഴുകയാണ് സീതയെ കണ്ടോ എന്ന്. ആ പരിദേവനവുമായി നടക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാവങ്ങളാണ് അടി മുതൽ മുടി വരെ വാൽമീകി അവതരിപ്പിച്ചിട്ടുള്ളത്. വാൽമീകി ധർമ്മനിഷ്ഠയുള്ള ഒരു രാജാവായിട്ട് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. 5 ഭക്തികൾ അതിനകത്ത് വരുത്തുന്നതിന് വേണ്ടി. ശ്രീരാമൻ അതിൻ്റെ ഒരു മാതൃകയാണ്. മാതൃഭക്തി, മാതാവിനോടുള്ള ഭക്തി എങ്ങനെയായിരിക്കണം എന്നുള്ള അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിതൃഭക്തി. ജനകൻ തൻ്റെ മകനായ ശ്രീരാമനോട് കാട്ടിൽ പോകാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ പിതാവിൻ്റെ ഓടുള്ള ഭക്തി മൂലം അദ്ദേഹത്തിന് വന്നിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കാട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറാകുകയാണ്. അതുപോലെ തന്നെയാണ് ഗുരുഭക്തി. വസിഷ്ഠനാണ് ആ രാജ്യസഭയുടെ പ്രധാനി, എല്ലാ കാര്യങ്ങളിലും മാർഗദർശിയായിട്ടുള്ള ആൾ. അദ്ദേഹത്തിനോടുള്ള ഗുരുഭക്തി, അങ്ങനെ എല്ലാ ഗുരുക്കന്മാരോടുമുള്ള ഒരു ഭക്തി അതിനകത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഈശ്വരഭക്തി, സജ്ജനഭക്തി. സജ്ജനങ്ങളും ഒക്കെ എല്ലാം മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. ഈ തരം 5 തരത്തിലുള്ള ഭക്തിയെ മുൻനിർത്തിയാണ് രാമായണ കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ സദാചാരനിഷ്ഠ പോലെ തന്നെ ധർമ്മവും അതിൻ്റെ ശ്രീരാമൻ്റെ ഭരണത്തിൻ്റെ അലകും പിടിയുമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ശ്രീരാമൻ അയൽക്കാരെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരന്മാരും തമ്മിലുള്ള ബന്ധം, ആ പ്രകൃതിയുടെ രമണീയത കാത്തുസൂക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക്, അതിൻ്റെ ഒരു നേതൃത്വ പാടവം. അതുപോലെ തന്നെയാണ് കാർഷിക അഭിവൃദ്ധിക്ക് എല്ലാവരും അധ്വാനിക്കുകയാണ്. ആ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ആ രാജ്യം അങ്ങനെ വികസിക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന തരത്തിൽ വിനോദിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള അവസരം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നീതിബോധം. ഏകഭക്തി വ്രതം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ഒരു പ്രത്യേകതയായിരുന്നു. അത് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും അതുപോലെയായിരുന്നു. അതുപോലെ തന്നെയാണ് ആ രാജ്യത്ത് ശ്രീരാമൻ രാജ്യം ഭരിക്കുമ്പോൾ ബാലമരണങ്ങളേയില്ല, കള്ളമില്ല, ചതിയില്ല. എല്ലാ വൃക്ഷങ്ങളും പുഷ്പിക്കും. ആ വൃക്ഷങ്ങളെല്ലാം വടവൃക്ഷങ്ങളായി മാറി. അദ്ദേഹം ആ 10,000 വർഷം അയോധ്യ ഭരിച്ചു. ആ അയോധ്യ ഭരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം സമ്പൽ സമൃദ്ധിയിലായിരുന്നു. എല്ലാവർക്കും നീതി, എല്ലാവർക്കും ന്യായം, രോഗങ്ങളില്ല. അതുപോലെയുള്ള അകാലത്തിലുള്ള അപകടത്തിലുള്ള ഒരു ഭരണമില്ല. അദ്ദേഹം 10,000 വർഷം ജീവിച്ചിരുന്നപ്പോൾ ഓരോ പൗരനും 1000 വർഷത്തെ ആയുസ് കിട്ടി. ഒരു പൗരൻ്റെ ആയുസ് 1000 വർദ്ധിച്ചത് അവിടെ രോഗങ്ങളില്ലാത്ത ഒരവസ്ഥയാണ്.
ഏത് രാജ്യഭരണത്തിൻ്റെയും ഒരു ബാരോമീറ്റർ എന്ന് പറയുന്നത് ബാലമരണമാണ്. ബാലമരണം അവിടെ ഇല്ല എങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭരണം 100% ശരിയായ പന്ഥാവിലൂടെയാണ് എന്നാണ്. അപ്പോൾ ഈ വാൽമീകി രാമായണത്തെക്കുറിച്ച് തർജ്ജിമകൾ ഉണ്ടായിട്ടുണ്ട്. ഈ തർജ്ജിമകൾ ഉണ്ടായിട്ടുള്ളതിൽ 1898 രോമേഷ് ചന്ദ്ര ദത്ത എഴുതിയ തർജ്ജിമ ചെയ്ത ആ തർജ്ജിമയാണ് ലോകപ്രശസ്തമായിട്ടുള്ളത്. അതിനു മുമ്പും തർജ്ജിമകൾ ഉണ്ടായിട്ടുണ്ട്. ആ തർജ്ജിമകൾ വില്യം ബോൺസ് 1789 തന്നെ പറഞ്ഞു, ഇതിലെ ഭാഷ കണ്ടിട്ട് സംസ്കൃതം എന്ന് പറയുന്നത് ഗ്രീക്കും ലാറ്റിനുമായിട്ട് കിടപിടിക്കത്തക്ക ഭാഷയാണ് എന്ന് പറഞ്ഞു. റാൽഫ് ക്ലിഫ് എന്ന് പറയുന്ന ഒരു ഗവേഷകൻ, ആ പണ്ഡിതൻ, അദ്ദേഹം ഈ രാമായണം വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബിബിക് ഡെബ്രോയ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള 3 വാല്യങ്ങളായിട്ട് തന്നെ അത് പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മഹത്തായിട്ടുള്ളത് ഈ വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ്റെ രാജ്യം എങ്ങനെ ഭരിച്ചിരുന്നു എന്ന് അതിലെ 12 വരികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിലെ അർത്ഥം ശരിക്കും ഗ്രഹിക്കത്തക്ക വിധത്തിൽ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. ഡ്യൂറിങ് രാമാസ് ഹാപ്പി റെയിൻ, ഡെത്ത് അൺടൈംലി, മരണം സമയത്തിനല്ലാതെ വരികയില്ല. ഡയർ ഡിസീസസ്, മാരക രോഗങ്ങളില്ലാത്ത ഒരു രാജ്യം. came not to his subject men. Death untimely, dire diseases came not to his subject men. Widows wept not in their sorrow for their lords untimely lost. വിധവകൾ ഉണ്ടായാൽ ആ വിധവകളുടെ എല്ലാ കാര്യങ്ങളും രാജ്യം ഏറ്റെടുക്കും. അവർക്ക് ദുഃഖമേ ഇല്ല. അതുപോലെ തന്നെയാണ് mothers wailed not in their anguish for their babes by young crows. ബാലമരണങ്ങളില്ല. ആ ബാലമരണങ്ങളില്ലാത്തത് മൂലം കുട്ടികൾ എങ്ങോട്ട് പോയി, കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു, ഇതിനെക്കുറിച്ച് അവിടെ വേവലാതിയില്ല. റോബേഴ്സ് ചീറ്റ്സ് ആൻഡ് ഗേ ഡിസീസേഴ്സ്, റോബേഴ്സ് ചീറ്റ്സ് ആൻഡ് ഗേ ഡിസീവേഴ്സ് ടെംപ്റ്റഡ് നോട്ട് വിത്ത് ലൈങ് വേർഡ്. കള്ളമില്ല, ചതിയില്ല, കള്ളപ്പറയില്ല, ഒരു അധാർമികമായ പ്രവർത്തനവും അവിടെ ഇല്ല. നെയ്ബർ ലൗഡ് ഹിസ് റൈറ്റ്വസ് നെയ്ബർ, അയൽക്കാർ പരസ്പരം സ്നേഹിക്കും. ആൻഡ് പീപ്പിൾ ലവ് ദെയർ ലോഡ്, ആ നാട് മുഴുവൻ ശ്രീരാമനെ സ്നേഹിച്ചു. ശ്രീരാമൻ വളരെ ചെറുപ്പമായിരുന്ന സമയത്ത് തന്നെ, രാജകുമാരനായിരിക്കുന്ന അവസരത്തിൽ തന്നെ കിരീടാവകാശിയായിരുന്നിട്ടും ജനങ്ങളെ സേവിക്കുവാൻ തൽപരനായി ഇറങ്ങി നടന്നിരുന്നു. അതുകൊണ്ട് അന്നും ശ്രീരാമന് പുരവാസികൾ ആരാധനയോടുകൂടി കണ്ടിരുന്നു. ട്രീസ് വിത്ത് ആംബിൾ പ്രൊഡ്യൂസ് സീൽഡ് ആസ് റിട്ടേണിംഗ് സീസൺസ് വെൻറ്റ്. ഓരോ വസന്തമായാലും ഗ്രീഷ്മമായാലും ഏത് കാലാവസ്ഥ വന്നിരുന്നാലും ആ കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് മരങ്ങൾ വളരുകയും അതിൻ്റെ തടികളൊക്കെ മുറ്റി വടവൃക്ഷങ്ങളായി മാറിയിട്ടും അവ പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്തിരുന്നു. ആൻഡ് എർത്ത് ഇൻ ദ ഗ്രേറ്റ്ഫുൾ ഗ്ലാഡ്നസ് നെവർ ഫെയിലിംഗ് ഹാർവസ്റ്റ് ലാൻഡ്. ഈ ഭക്ഷ്യ ദൗർലഭ്യമുണ്ടായില്ല, കാരണം ക്ഷാമമുണ്ടായിട്ടില്ല. ആ കൃഷി നശിച്ചു പോയിട്ടില്ല. വെള്ളമില്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ കാലാവസ്ഥ മാറിയതുകൊണ്ട് എന്നുള്ള കാരണം അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ വിളവുകളെല്ലാം സുഭിക്ഷമായിട്ട് ജനങ്ങൾക്ക് വളരെ തൃപ്തി വരത്തക്ക രീതിയിൽ അവർക്ക് അത് ലഭിച്ചിരുന്നു. അതിൻ്റെ വിത്തുകളും അതിൻ്റെ വിളകളും ഇതെല്ലാം അവർക്ക് സൂക്ഷിക്കുന്നതിനുള്ള സംഭരണികളും
രാജാവ് ഏർപ്പെടുത്തി കൊടുത്തിരുന്നു. റെയിൻസ് ഡിസെൻഡഡ് ഇൻ ദെയർ സീസൺ, നെവർ കെയിം ദ ബ്ലൈറ്റിംഗ് ഗെയിം. മഴ പെയ്യാതിരുന്നില്ല, കാലാകാലങ്ങളിൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു. റിച്ച് ഇൻ ക്രോപ്പ് ആൻഡ് റിച്ച് ഇൻ പാസ്റ്റേഴ്സ് വാസ് ഈച്ച് സോഫ്റ്റ് ആൻഡ് സ്മൈലിംഗ് വേ. വിളകളെല്ലാം നല്ല കൃഷി നടത്തിയതെല്ലാം ആ കർഷകർക്ക് സംതൃപ്തി വരുന്ന രീതിയിൽ അവ വളർന്നു. അവയുടെ ഉൽപ്പന്നങ്ങളും വിളകളും എല്ലാം അവർക്ക് സമ്പാദിച്ച് അവർക്ക് സുഭിക്ഷമായി ജീവിക്കുവാൻ കഴിഞ്ഞു. ലൂം ആൻഡ് ആൻവിൽ ഗ്രേ ദെയർ പ്രൊഡ്യൂസ് ആൻഡ് ടൈൽഡ് ആൻഡ് ഫെർട്ടൈൽ സോയിൽ. ഈ ഫലഭൂയിഷ്ടമായ ഭൂമിയിൽ അവർ കർഷകർക്ക് കൃഷി ചെയ്യുകയും അതുപോലെ തന്നെ അധ്വാനത്തിൽ അവർ ഏർപ്പെടുകയും ചെയ്തു. ഈ അധ്വാന ശക്തി ഈ അധ്വാന ശക്തിയുടെ പാട്ട് പാടുന്നത് കേൾക്കാം ഏത് സമയത്തും ആ രാമരാജ്യത്തിലൂടെ കടന്നുപോയാൽ. അങ്ങനെ ദ നേഷൻ ലിവ്ഡ് റിജോയ്സിങ് ഇൻ ദെയർ ഓൾഡ് ആൻസിസ്ട്രൽ ടോയിൽ. അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരുടെ പേര് കൂടുതൽ പ്രശസ്തി വർദ്ധിക്കത്തക്ക വിധം രാമരാജ്യം ഒരു ക്ഷേമരാഷ്ട്രമായി വളർന്നു വന്നു.